ഹലോ ഗൈസ്. അപ്പൊ നമ്മളെ ബാക്കി വിശേഷങ്ങൾ അറിയണ്ടേ നിങ്ങക്ക്? അതിനു മുന്നേ നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബർ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആഷിതയ്ക്ക് ഞാനൊരു ഹായ് പറയാണ്. അപ്പൊ ഇതാ നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ ഇതാ കഴിയാറായി. ഏകദേശം ഒരു നോമ്പ് തുറ സമയമൊക്കെ ആവാറായി. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ആ ടൈമിൽ ഇതാ നമ്മൾ ഈ ഫ്രണ്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. കാരണം ആ ഒരു വ്യൂ എന്റെ പൊന്നു മക്കളെ സൂപ്പർ ആയിരുന്നു. ഒരു ഇളം കാറ്റും എന്താ പറയാ തേങ്ങാക്കുലകൾ ആടുന്നില്ലെങ്കിൽ പോലും അത്രയും നല്ല ഒരു വ്യൂ ആയിരുന്നു. സാറൊക്കെ വന്നിരുന്നിട്ട് ഇതാ പറയാ അങ്ങ് ആസ്വദിക്കുക. ഞങ്ങൾ അത്രയും ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കാണുന്ന ആൾ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനത്തെ നമ്മളെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവച്ചു. ബാങ്ക് കൊടുത്തപ്പോൾ അവർ നോമ്പൊക്കെ തുറന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ പിന്നെ ഫുഡ് അങ്ങ് അറ്റാക്ക് ആയിരുന്നു. ഞാനിവിടെ ഭയങ്കരമായിട്ട് ഫുഡ് റിവ്യൂ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കഴിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ നോമ്പെടുത്ത് അവരെക്കാൾ കൂടുതൽ വിശപ്പ് ഞങ്ങൾ കാണുമെന്ന്. എക്സാക്ട്ലി അത് കറക്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ മെയിൻ കോഴ്സിലേക്ക് കടന്നു. നമുക്ക് മന്തി, ബിരിയാണി, അതുപോലെ തന്നെ എന്താ പൊറോട്ട, പത്തിരി, പുഴുക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നൊക്കെ നമ്മൾ അങ്ങോട്ട് സഹകരിച്ച് കഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വയറ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഫുള്ളായിട്ടോ. പിന്നെ ചൂട് ചായ നമ്മളെ ഗുപ്തൻ സാറിന് ഊതി ഊതി കഴിക്കാനാണ് ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ ശ്രീലക്ഷ്മിക്ക് ചൂട് ഐസ്ക്രീം ഊതി ഊതി കുടിക്കാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മളെ പ്രോഗ്രാം ഒക്കെ കളറായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വേഗം ബസ്സിൻ്റെ അടുത്തേക്ക്, കാരണം സമയം കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിലെത്തി അയ്യോ ഞങ്ങൾക്ക് വയ്യേ വയറ് നിറഞ്ഞെന്നൊക്കെ പറഞ്ഞു കിടന്ന് ഞങ്ങളാണ് പാട്ട് കേട്ടപ്പോൾ അങ്ങ് ഓടായി. പിന്നെ തുള്ളിച്ചാട്ടം സ്റ്റാർട്ട് ചെയ്തു. സോ നമ്മൾ അങ്ങനെയാണല്ലോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി കുട്ടി വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.